Hello, all my beautiful souls. Welcome back to my channel. ഇതൊരു 24 hours ടെലിപ്പത്തിക് മെസ്സേജ് ചാലഞ്ചാണ്. ഈ ചാലഞ്ചിൽ നിങ്ങൾക്ക് ഏത് വ്യക്തിനെ വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾ റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒന്നും കൂടെ ഒരു ഹെൽത്തി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, ഓർ മേ ബി നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഹെൽത്തി ആയിട്ട് പുറത്തേക്ക് വരാനും ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അടുത്തൊരു 24 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ കൂടുതൽ റീകണക്ട് ചെയ്യുക, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ടെലിപ്പത്തിക് മെസ്സേജ് ചാലഞ്ചിന്റെ ഉദ്ദേശം. അത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, കുട്ടികളായിരിക്കാം. ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമായിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിയുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ റീകണക്ട് ചെയ്യണം, അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സിറ്റുവേഷന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ടെലിപ്പത്തിക് മെസ്സേജ് നിങ്ങൾക്ക് വളരെ കൂടുതൽ സഹായിക്കും. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് വ്യക്തിയുമായിട്ടാണോ റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ ടെലിപ്പത്തിക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയുമായിട്ട് പാസ്റ്റിൽ നിങ്ങൾക്ക് പല 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 പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഫുഗെറ്റ് ഇറ്റ്. ഈ ഒരു മൊമെന്റിൽ അതിനുള്ള യാതൊരു പോസിബിലിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ജസ്റ്റ് ഫുഗെറ്റ് ഇറ്റ്. നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റിലും ഉണ്ടാവില്ല. ജസ്റ്റ് ഫുഗെറ്റ് ഇറ്റ്. വർഷങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഫുഗെറ്റ് ഇറ്റ്. നിങ്ങൾ സിറ്റുവേഷൻ വളരെ മെസ്സപ്പ് ആക്കിയിട്ടുണ്ടായിരിക്കാം. ജസ്റ്റ് ഫുഗെറ്റ് ഇറ്റ്. ആൻഡ് ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചോ അതൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിന് ഈ ഒരു മൊമെന്റിൽ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബിക്കോസ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്കത് മറക്കാൻ സാധിക്കുന്നതിന്റെ കൂടെ തന്നെ ആ വ്യക്തിക്കും അത് മറക്കാൻ സാധിക്കുന്നുണ്ട്. ചിലത് നിങ്ങൾക്ക് ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഫൊഗീവ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്കും അത് ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓൾറൈറ്റ്. സോ നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്നതിന്റെ കൂടെ തന്നെ ആ വ്യക്തിയും നിങ്ങളെ കണക്ട് ചെയ്യാൻ ഈ ഒരു മൊമെന്റിൽ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ വളരെ കാം ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ക്വിക്ക് മെഡിറ്റേഷൻ ടു സെൻഡ് എ ടെലിപ്പത്തിക് മെസ്സേജ് ടു സംവൺ യു വാണ്ട് ടു റീകണക്ട്. സോ ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രെത്ത്, hold it for 3-4 seconds and slowly release through your mouth. Take one more deep breath through your nose. Hold it for 3-4 seconds and slowly release through your mouth. Take one more deep breath. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ്, ശരീരം എല്ലാം വളരെ കാമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ്, പെട്ടെന്ന് മനസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മൊമെന്റ്, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള വളരെ സന്തോഷത്തോടു കൂടി, അവിടെ നിങ്ങളും വളരെ സന്തോഷത്തിലായിരുന്നു, ആ വ്യക്തിയും നിങ്ങളുടെ കൂടെ വളരെ സന്തോഷത്തിലായിരുന്നു. ആ ഒരു മൊമെന്റ് പെട്ടെന്ന് നിങ്ങൾ റീകണക്ട് ചെയ്യാം. ആ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫീലിങ്സ്, നിങ്ങൾ നിന്നിട്ടുള്ള സ്ഥലം, ആ ഒരു മൊമെന്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത ടൈം, ആ സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഒക്കെ നിങ്ങളൊന്ന് റീകണക്ട് ചെയ്യുക. മനസ്സിലാക്കുക, ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ആ ഒരു കാഴ്ച കാണുന്നതിൻ്റെ കൂടെ ആ വ്യക്തിയും നിങ്ങളുടെ കൂടെ ആ ഒരു കാഴ്ച കാണാണ്. അവിടെ നിങ്ങളും വളരെ സന്തോഷമായിരുന്നു, ആ വ്യക്തിയും വളരെ സന്തോഷമായിരുന്നു. ഇനി ആ ഒരു മൊമെന്റിൽ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള ചില വാക്കായിരിക്കാം, നിങ്ങളുടെ ഹൃദയം ഒരുപാട് തൊട്ടിട്ടുള്ള ചില വാക്കുകളായിരിക്കാം, സംസാരമായിരിക്കാം. എന്താണോ നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അതൊന്ന് ക്വിക്കായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അതൊരു പക്ഷേ ആ വ്യക്തിയുടെ ഒരു നോട്ടമായിരിക്കാം, ഒരു ചിരിയായിരിക്കാം, നിങ്ങളുടെ ഒരു സന്തോഷമായിരിക്കാം. എന്താണോ നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, ജസ്റ്റ് റീകണക്റ്റഡ്.
ആ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്, അത്ര സന്തോഷകരമായിട്ടുള്ള ആ വ്യക്തിയുടെ കൂടെയുള്ള ഒരു നിമിഷം, ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ അത്രമാത്രം റീകണക്ട് ചെയ്യാണ്. ആൻഡ് ജസ്റ്റ് ഇമാജിൻ, നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി ഈ ഒരു സമയം ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ വളരെ തൊട്ടടുത്ത് വന്ന് ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം കാണുന്ന ആ സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ച ആ വ്യക്തി കൂടെ കണക്ട് ചെയ്യാണ്, ആ വ്യക്തി കൂടെ കാണാണ്. നിങ്ങളുടെ കൂടെ ഇരുന്ന് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്, നിങ്ങളുടെ കൂടെ ആ വ്യക്തിയും ഈ ഒരു മൊമെൻറ്റിൽ കണക്ട് ചെയ്യാണ്. ആ വ്യക്തി നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന സമയം റീകണക്ട് ചെയ്യുക, കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ വ്യക്തിയുടെ ഒരു ഫ്രേഗ്രൻസ് ആയിരിക്കാം, ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഒരു സ്മെല്ലായിരിക്കാം, ആ വ്യക്തിയുടെ ഒരു ബ്രീത്ത് ആയിരിക്കാം, ആ വ്യക്തി നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നതായിരിക്കാം. കാരണം അത്ര മനോഹരമായിട്ടുള്ള നിങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ്, നിങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ്, ഒരേ രീതിയിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളുടെ കൈകൾ വളരെ ഇമോഷണലായിട്ട് ചേർത്ത് പിടിക്കുകയാണ്. കാരണം അത്ര മനോഹരമായിട്ടുള്ള ആ ഒരു മൊമെൻ്റാണ് നിങ്ങൾ റീകണക്ട് ചെയ്യുന്നത്. അവരുടെ പ്രസൻസ്, അവരുടെ സ്പർശനം, അവരുടെ സന്തോഷം എല്ലാം നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ കണക്ട് ചെയ്യാണ്. എല്ലാം നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു മൊമെൻറ്റിൽ ആ വ്യക്തി നിങ്ങളെ വളരെ ടെലിപ്പത്തിക്കലി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് വളരെ ഹൈലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഫീൽ ഇറ്റ്, ഫീൽ ദെയർ പ്രസൻസ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇത്ര സന്തോഷകരമായിട്ടുള്ള ഈ ഒരു മൊമെൻറ്റിൽ ആ വ്യക്തിയുടെ അടുത്തുനിന്ന് നിങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് ആ വ്യക്തി നിങ്ങളോട് പറയാണ്. അതൊരു വാക്കായിരിക്കാം, ഒരു ചെറിയൊരു സെൻറ്റൻസ് ആയിരിക്കാം. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കേൾക്കാണ്, ആ വ്യക്തിയുടെ വോയിസ് നിങ്ങൾ കേൾക്കാണ്. ജസ്റ്റ് ഫീൽ ഇറ്റ്. എന്താണ് ആ വാക്ക്, ആ വ്യക്തി നിങ്ങളോട് മാത്രമായി പറയുന്ന ഒരു കാര്യം? അത് മേ ബി ഒരു പേരായിരിക്കാം, നിങ്ങൾ വളരെ സ്പെഷ്യലായിട്ട് അവർ വിളിക്കുന്നൊരു പേരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും മധുരമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു വാക്കായിരിക്കാം, അത്ര ഹൃദയം തൊട്ടിട്ടുള്ളൊരു വാക്കായിരിക്കാം. ജസ്റ്റ് ഹിയർ ഇറ്റ്. ആ സന്തോഷത്തിൽ, അത് കേൾക്കുന്ന സന്തോഷത്തിൽ എന്താണ് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? അതൊരു വാക്കായിരിക്കാം, ഒരു ചെറിയൊരു സെൻറ്റൻസ് ആയിരിക്കാം, അത്ര ഡീപ്പായിട്ടുള്ള, അത്ര മധുരമായിട്ടുള്ള ഒരു വാക്കായിരിക്കാം, സെൻറ്റൻസ് ആയിരിക്കാം. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷമാണ്, വളരെ റീകണക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വളരെ റീഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആൻഡ് സ്ലോലി ഓപ്പൺ യുവർ ഐസ്. സോ ഇതാണ് നമ്മളൊരു ചെറിയ 24 hours ടെലിപ്പത്തിക് മെസ്സേജ് ചലഞ്ച്. സോ ഈ ഒരു മെഡിറ്റേഷൻ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അതിൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടെ ആ ഒരു മൊമെൻറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. ഇത് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഹെൽത്തി ആയിട്ട് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എപ്പോഴും റിമെമ്പർ, നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചോ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എത്ര മെസ്സാക്കിയിട്ടുണ്ടോ, നിങ്ങൾ എത്ര ഇമ്പോസിബിൾ ആണ് ഒരു റിലേഷൻഷിപ്പിനെ റീകണക്ട് ചെയ്യാൻ എന്ന് വിചാരിക്കുന്നുണ്ടോ, ജസ്റ്റ് ഫൊർഗെറ്റ് ഇറ്റ്. ബിക്കോസ് നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫോം, ഹെൽത്തി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യാണ്, റീക്രിയേറ്റ് ചെയ്യാണ്.
ഓക്കെ, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെലിപ്പത്തിക് മെസ്സേജാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ ഒരു ബേർഡൻസ് ഇറക്കി വെച്ചൊരു ഫീലിങ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. സോ ആൻഡ് ഫൊർഗെറ്റ് ഇറ്റ്. ഓക്കെ, സോ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ആ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തു, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, ആ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു. ഓക്കെ, അത് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ഫൊർഗെറ്റ് ഇറ്റ്. ഇനി വേറെ ഒന്നും ചെയ്യാണ്ട് ഇത് എപ്പോഴാണ് വിളിക്കുക, ഫോൺ തന്നെ പിടിച്ച് നോക്കി നിൽക്കാതിരിക്കുക. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു അടുത്തൊരു 24 hours ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു മൊമെന്റ്സ് ഫോർ ഷുവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. മേ ബി ആ വ്യക്തി നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കാം, കോൺടാക്ട് ചെയ്യാനൊരു പോസിബിലിറ്റി ഉണ്ടാവുന്നതായിരിക്കാം, ഒരു കോൾ ആയിരിക്കാം, ഓർ നിങ്ങൾ ആ വ്യക്തിനെ കാണുന്നതായിരിക്കാം, ആ വ്യക്തി ഓൾ ഓഫ് സഡൻ വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങളിത് സംസാരിക്കുന്നതായിരിക്കാം, അതിനുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്നതായിരിക്കാം. ഓർ ചില ആളുകൾക്ക് ഈ ഒരു 24 hours നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ചില കൺഫർമേഷൻസ്, അതായത് നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ചില പോസിറ്റീവ് കൺഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. മേ ബി ആ വ്യക്തിയുടെ പേര് നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം, ആ വ്യക്തിയെ പറ്റി ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം. സോ ഓൾ എ പോസിറ്റീവ് സൈൻ. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയിക്കാൻ മറക്കരുത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.